എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന സുഹൃതം സംസ്കൃതം എന്ന പഠന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സുഹൃതം സംസ്കൃതത്തിന്റെ രണ്ടാമത്തെ സെക്ഷനിലെ 15ാമത്തെ ക്ലാസ് ആണ്. എല്ലാവർക്കും വേദിയിലേക്ക്, പ്രത്യേകിച്ചും നമ്മുടെ ടീച്ചറായ ഗുരുനാഥയായ ഡോക്ടർ ശ്രീമതി ഉമാ വയപ്പുറത്തിനെയും അതേപോലെ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി ഇവിടെ സരസ്വതി ഏട്ടത്തേക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ ലീല ചേച്ചിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലീല ചേച്ചി കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. കേൾക്കുന്നു. സദാശിവ സമാരംഭം അത് മാത്രം ഒന്ന് ചൊല്ലിയാൽ മതി. ലീല ചേച്ചിയുടെ മൈക്ക് മ്യൂട്ടാണ്. ലീല ചേച്ചി സദാശിവം ഒന്ന് ഗുരുസ്മരണ എന്ന് ചൊല്ലുക. നമ്മൾ സരസ്വതി ഏട്ടത്തേക്ക് തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്, അത് കാരണമാണ്. മനസ്സിൽ വരുന്നത് ചൊല്ലിക്കോളൂ. കേൾക്കുന്നില്ലേ? ഞാൻ അത് മാത്രം ഒന്ന് ചെയ്താൽ മതി. അമ്മയുണ്ട്. ഞാൻ ചെല്ലാട്ടോ. ആയിക്കോട്ടെ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണേ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ജയശങ്കര. ജയശങ്കര. വളരെ സന്തോഷം അമ്മ. ഇന്നത്തെ ക്ലാസ്സിനായി ആദരണീയായ ഉമ്മ ടീച്ചറിന്റെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. സർവേഷാം കൃതേ നമസ്കാരഃ. പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. സർവേഷാം കൃതേ വിശ്വ വനിതാ ദിനസ്യ ശുഭകാമനാഃ. നമ്മുടെ സംസ്കൃത പഠനത്തില് നമ്മള് അടിസ്ഥാന പാഠങ്ങള്, അതുപോലെ ഒരു സുഭാഷിതം, ഒരു ദിവസം സുഭാഷിതം അല്ലെങ്കിൽ ശ്ലോകം, അതുപോലെ കുറച്ച് സംഭാഷണ അംശങ്ങൾ, ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരു ഭാഷയുടെ അടിസ്ഥാനം എന്നുള്ളത് പദങ്ങളാണ്. പദങ്ങളുടെ അടിസ്ഥാനം അക്ഷരങ്ങളാണ്. അപ്പൊ ആദ്യം അക്ഷരങ്ങൾ പരിചയപ്പെട്ടു. പിന്നെ പദങ്ങള്, ഇതുവരെ നമ്മള് പദങ്ങൾ മാത്രമായിട്ട് എടുത്തിട്ടുള്ളത് അജന്ത പദങ്ങളായിരുന്നു. അജന്തം വെച്ചാൽ സ്വരാക്ഷരത്തിൽ അവസാനിക്കുന്ന വാക്കുകളാണ്. അച്ച് എന്ന് വെച്ചാൽ സ്വരം എന്ന് പറയും. അപ്പൊ അത് പറയുന്ന സമയത്ത് ഈ അച്ച് എന്ന സ്വരാക്ഷരങ്ങൾക്കും ഹല് എന്നാണ് പറയാ. ഹല് എന്ന് വ്യഞ്ജനാക്ഷരങ്ങൾക്കും പേര് വരാൻ ഉണ്ടായ കാരണം മാഹേശ്വര സൂത്രങ്ങൾ എന്നുള്ള പേരില് 14 സൂത്രങ്ങളുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സ്വരാക്ഷരങ്ങളെ അച്ച് എന്നും വ്യഞ്ജനാക്ഷരങ്ങളെ ഹല് എന്നും പറയുന്നത്. മാഹേശ്വര സൂത്രങ്ങള് 14 എണ്ണം. അതിന്റെ ഐതിഹ്യം, ശിവൻ നൃത്തം ചെയ്യുന്ന സമയത്ത് ആ വായിക്കുന്ന ഉടുക്ക് അല്ലെങ്കിൽ ഠക്ക എന്നൊക്കെ പറയുമല്ലോ,
ആ ഠക്കയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ആ താളങ്ങൾക്ക്, ആ ശബ്ദത്തിന് അനുസരിച്ചിട്ടാണ് ഈ സൂത്രങ്ങള് രൂപപ്പെട്ടത് എന്നാണ്. അത് ഇങ്ങനെയാണ്: അ ഇ ഊണ് ഋ ള് ക്ക് എ യോങ് ഐ ഔച്ച് ഹയവരട് ലണ് ഞ മാങ്ങ ണ നാമ് ഛ ഫ ഞ് ഖ ഠ ഥ ഷ് ജ ബ ഗ ഡ ദശ് ഖ ഫ ഛ ഠ ഥ ച ട തവ് കപയ് ശശസര് ഹല്. അത് ഇപ്പൊ വെറുതെ പറഞ്ഞതാണ്. ശരിക്കും അതിന്റെ താളത്തിലൊക്കെ ഉച്ചരിക്കുകയാണെങ്കിൽ ഈ ഒരു താളം അത് കിട്ടും. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് മാഹേശ്വര സൂത്രങ്ങൾ എന്ന് പറയും. മാഹേശ്വരം എന്ന് വെച്ചാൽ മഹേശ്വരനുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ഈ മാഹേശ്വര സൂത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അച്ച് ഹല്ല് എന്നിങ്ങനെ സ്വരാക്ഷരങ്ങൾക്കും വ്യഞ്ജനാക്ഷരങ്ങൾക്കും പറയുന്നത്. അതായത് അച്ച് എന്ന് പറയുമ്പോൾ മാഹേശ്വര സൂത്രങ്ങളിലെ ആ എന്നുള്ളതാണ് ആദ്യത്തെ അക്ഷരം. ആ ഇ ഉ ണ് ആണ് ആദ്യത്തെ സൂത്രം. അപ്പോ ആ ഇ ഉ, പിന്നെ ഇടയ്ക്കുള്ള ഈ ണ് ല് എന്നൊക്കെ ഉള്ളത് ഒഴിവാക്കിയിട്ട് നമ്മൾ പറയുമ്പോൾ ആ ഇ ഉ ഋ ള് എ ഓ ഐ ഔ ഇത്രയുമാണ് സ്വരാക്ഷരങ്ങള്. അപ്പൊ അതിന്റെ ദീർഘങ്ങളും വരും. ഇപ്പോ ആ എന്നുള്ളതിന്റെ ദീർഘമായിട്ട് ആ വരും, ഈ എന്നതിന്റെ ദീർഘമായിട്ട് ഈ വരും. ഇങ്ങനെ ആ മുതൽ ച് എന്നത് വരെ ഈ ച് ല് എന്നൊക്കെ പറയുന്നതിനെ സംസ്കൃത വ്യാകരണത്തില് ഇത്തുകൾ എന്ന് പറയും. അതൊരു പേര്, അതിന് കൊടുത്തിരിക്കുന്ന ഒരു പേര്, അത്രയേ ഉള്ളൂ, ഇത്ത് എന്ന് പറയും. അപ്പോ ഈ മാഹേശ്വര സൂത്രങ്ങളിലെ ഒരു അക്ഷരവും ആ സൂത്രത്തിലെ ഒരു ഇത്തും കൂടി ചേർത്ത് വെച്ച് പറഞ്ഞാൽ അതിനിടയിലുള്ള അക്ഷരങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നു എന്നാണ് പറയാ. ഇപ്പൊ അച്ച് എന്ന് പറഞ്ഞാൽ അ ഇ ഊണ് ഋളക്ക് എയോങ് അയ്യൗച്ച്, ച് എന്ന അവിടെയാണ് വരുന്നത്. അപ്പൊ അച്ച് എന്ന് പറയുമ്പോ അ ഇ ഉ ഋ ള് എ ഓ ഐ ഔ ഇത്രയും അക്ഷരങ്ങൾ വരുന്നു. ഇതാണ് സ്വരാക്ഷരങ്ങൾ, ഇതിനെ അച്ച് എന്ന് പറയുന്നു. പിന്നെ അതിന് ശേഷമുള്ള എയോങ് അയ്യൗച്ച് ഹായവരട് എന്നാണ് പിന്നെ വരുന്നത്. അപ്പൊ അതില് ഹായില് തുടങ്ങിയിട്ട് ഹായവര, പിന്നെ അങ്ങനെ വ്യഞ്ജനാക്ഷരങ്ങൾ മുഴുവൻ അതിൽ വരും, അവസാനത്തെ ല് എന്നത് വരെ. അപ്പൊ ഇങ്ങനെ അച്ച് ഹല്ല് എന്ന് വെച്ചാല് അച്ച് സ്വരാക്ഷരങ്ങള്, ഹല് വ്യഞ്ജനാക്ഷരങ്ങള്. അപ്പൊ ഈ മാഹേശ്വര സൂത്രങ്ങളുടെ കാര്യം അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ഈ ക്ലാസ്സിൽ അത് സൂചിപ്പിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ സംസ്കൃത വ്യാകരണമൊക്കെ പഠിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ട്, ഇപ്പൊ അക്ഷരങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനമായിട്ട് ഈ മാഹേശ്വര സൂത്രങ്ങളാണ് എടുക്കുക. ഇങ്ങനെ അച്ചിൽ അവസാനിക്കുന്ന അല്ലെങ്കിൽ സ്വരാക്ഷരങ്ങളിൽ അവസാനിക്കുന്ന പദങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഈ ബാലഹ എന്ന് വെച്ചാൽ ഹ, അതിന്റെ ഉച്ചാരണം എങ്ങനെയാ വരുന്നത്? അവസാനം ആ എന്നാണ് വരുന്നത്. രവിഹി ഇ എന്ന് സ്വരത്തിൽ അവസാനിക്കുന്നു. വിഷ്ണുഹു ഉ എന്നുള്ള സ്വരം ഉച്ചാരണത്തിൽ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതിനെ അജന്ത ശബ്ദങ്ങൾ എന്ന് പറയും. ഇത്തരത്തിലുള്ള ആ ഇ ഉ ഇങ്ങനെ സ്വരാക്ഷരങ്ങളിൽ അവസാനിക്കുന്ന വാക്കുകളെ, അത് സ്ത്രീലിംഗത്തിലും നപുംസകലിംഗത്തിലും ഒക്കെ ഉണ്ട്. ഇപ്പൊ സ്ത്രീലിംഗത്തിലാണെങ്കിൽ ദേവി, ഗൗരി, മാല, വധു, ഇങ്ങനെ ധാരാളം പദങ്ങൾ എല്ലാ 3 ലിംഗങ്ങളിലും ഉണ്ട്. ഇപ്പൊ നമ്മള് അതുപോലെ വ്യഞ്ജനാക്ഷരത്തിൽ അവസാനിക്കുന്ന 1-2 പദങ്ങളെ പരിചയപ്പെടുകയാണ്. ഈ വ്യഞ്ജനാക്ഷരത്തിൽ അവസാനിക്കുന്ന പദങ്ങളെ ഹലന്തം എന്ന് പറയും. അപ്പൊ ആദ്യത്തേത് ചകാരാന്തമായിട്ടുള്ള വാക്കുകളെയാണ് പരിചയപ്പെടുന്നത്. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഇത് അത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല ഏത് അന്തത്തിലാണ് എന്നുള്ളത്. ഇപ്പൊ ബാലഹ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പം അറിയാം, അകാരാന്തമാണ്, അത് പെട്ടെന്ന് മനസ്സിലാവും. ദേവി എന്ന് പറഞ്ഞാൽ ഈകാരാന്താണ് എന്ന് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഈ വ്യഞ്ജനാക്ഷരത്തിൽ അവസാനിക്കുന്നത് അല്ലെങ്കിൽ ഹലന്തത്തിൽ പെട്ട വാക്കുകള് അത് പ്രഥമ വിഭക്തിയിലെ ബഹുവചനത്തെ നോക്കിയിട്ടാണ് അത് ഏത് അന്തമാണെന്ന് പറയാ. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവില്ല. അപ്പൊ ഇവിടെ ചകാരാന്തത്തില്
പരിചയപ്പെടുത്തുന്ന ഒരു വാക്ക്, പുല്ലിംഗത്തിലെ വാക്ക് നമുക്ക് അത്ര പരിചയമുള്ളതല്ല. ജലമുച്ച് എന്നുള്ള ഒരു വാക്കുണ്ട്. ജലമുച്ച്, അതായത് മേഘം എന്നാണ് അർത്ഥം. അത് ജലത്തെ മോചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ജലത്തെ പുറത്തുവിടുന്നത്, ജലത്തെ വർഷിക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥം. അപ്പൊ അതിന്റെ പ്രഥമാ വിഭക്തി ജലമുക്ക് എന്നാണ് വരിക. ജലമുക്ക്, ജലമുച്ചൗ, ജലമുച്ചഹ. അത് നമുക്ക് അത്ര പരിചയമുള്ള വാക്കല്ല. അപ്പോ ഇതിന്റെ പ്രഥമാ വിഭക്തിയിലെ ബഹുവചനം ജലമുച്ചഹ എന്നായതുകൊണ്ട് ആണ് അത് ചകാരാന്താണ് എന്ന് പറയും. നമുക്ക് പരിചയമുള്ള വേറൊരു പദം, അത് സ്ത്രീലിംഗത്തിലാണ്, വാക് ശബ്ദം. അതിന് പ്രഥമാ വിഭക്തി വരുന്നത് വാക്, വാചൗ, വാചഹ എന്നാണ്. അപ്പൊ വാക് ശബ്ദം ഏതെന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് കായിൽ അവസാനിക്കുന്നതാണെന്ന് തോന്നും. പക്ഷെ ഇത്തരത്തിലുള്ള വാക്കുകൾക്ക് ബഹുവചനത്തെ നോക്കിയിട്ടാണ് ഏത് അന്തമാണ് എന്ന് പറയുക എന്നുള്ളത് കൊണ്ട് അത് ചകാരാന്തമാണ്. വാക്, വാചൗ, വാചഹ. ഇപ്പൊ നമ്മൾ പ്രഥമാ വിഭക്തി മാത്രമേ പറയുന്നുള്ളൂ. നമ്മള് എപ്പോഴും ക്ലാസ് ഒക്കെ അവസാനിക്കുമ്പോ ചൊല്ലുന്ന ശ്ലോകം ഉണ്ടല്ലോ, കായേന വാച മനസേന്ദ്രിയൈർവാ. അതിൽ ഈ വാച എന്നുള്ളത് ഇതിന്റെ തൃതീയ വിഭക്തിയാണ്. ഈ വാക് ശബ്ദത്തിന്റെ തൃതീയ വിഭക്തിയാണ് വാച എന്നുള്ളത്. അതായത് വാക്കിനാൽ എന്നുള്ള അർത്ഥം. കായേന, കായഹ എന്ന് വെച്ചാൽ ശരീരം ആണ്. നമ്മള് പഠിച്ചിട്ടുണ്ട് ഈ അകാരാന്തത്തിന്റെ തൃതീയ എങ്ങനെയാണ് വരിക എന്നുള്ളത്. കായേന ശരീരം കൊണ്ട്, വാച വാക്കുകൊണ്ട്, മനസ്സ മനസ്സുകൊണ്ട്, കായേന വാച മനസേന്ദ്രിയർവ, അങ്ങനെയാണ് ആ ഒരു അർത്ഥം വരുന്നത്. അതുപോലെ ബുദ്ധ്യ ആത്മന പ്രകൃതേഹേ സ്വഭാവാത്, എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ സമർപ്പിക്കുന്നു എന്നാണ്. അപ്പൊ വാച എന്നുള്ളത് ഇതിന്റെ തൃതീയ വിഭക്തിയാണ്, വാക്കിനാൽ എന്നുള്ള അർത്ഥം. അപ്പൊ വാക്, വാചൗ, വാചഹ എന്ന് വരും. അപ്പൊ പല സ്ഥലങ്ങളിലും നമുക്ക് വാചഹ എന്നൊക്കെ കാണാം. അത് വാക്കുകൾ എന്നുള്ള അർത്ഥത്തില് ബഹുവചനമാണ്. അതുപോലെ നപുംസകലിംഗത്തില് എല്ലായിടത്തും പറയുന്ന ഒരു ഉദാഹരണമാണ് സുവാക്ക്, നന്നായിട്ട് സംസാരിക്കുന്നത് എന്നുള്ള അർത്ഥത്തില് സുവാക്ക്, അല്ലെങ്കിൽ നല്ല വാക്ക് എന്നുള്ള അർത്ഥത്തില് സുവാക്ക്. അപ്പൊ ഇത് ഹലന്തത്തിലുള്ള ശബ്ദങ്ങളെ പരിചയപ്പെടുത്തുന്നത് മറ്റേ അജന്തം പരിചയപ്പെടുത്തുന്നത് പോലെ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഇന്നിപ്പോ ഈ ഒരു വാക്ക് മാത്രം, അതായത് ചകാരാന്തത്തിലുള്ള വാക്ക് ജലമുച്ച്, അതുപോലെ വാക്ക് എന്നുള്ള ശബ്ദം, അതാണ് നമുക്ക് കൂടുതൽ പരിചയം. വാക്, വാചൗ, വാചഹ. വാചഹ എന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചതനുസരിച്ചിട്ട് നമുക്ക് ഏകവചനാണെന്ന് തോന്നും, ബഹുവചനാണ്, വാക്കുകൾ എന്നാണ് അർത്ഥം. അപ്പൊ നമ്മള് ഓരോരോ വാക്കുകളെ ആയിട്ട് ഓരോ ക്ലാസ്സിൽ പരിചയപ്പെടാം. ഇത് ചകാരാന്തമാണ് വാക്ക് എന്നുള്ളത്. പിന്നെ സന്ധികൾ തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. ഈ സന്ധി എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് വാക്കുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോ അതിലെ അക്ഷരങ്ങൾക്ക് മാറ്റം വരും. നമുക്ക് മലയാളത്തിലൊക്കെ അതിനെപ്പറ്റി നന്നായിട്ട് നമുക്കറിയാം. ഇപ്പൊ നീലാകാശം, നീല അധികം ആകാശം, പച്ചത്തത്ത, പച്ച അധികം തത്ത, ഇങ്ങനെ നമുക്ക് മലയാളത്തിൽ നന്നായിട്ട് അറിയാം. പക്ഷെ സംസ്കൃതത്തിൽ അത്രയും അറിയാത്തത് കൊണ്ട് ഈ നാരായണീയം പോലെയുള്ള അല്ലെങ്കിൽ ഭാഗവതം പോലെയുള്ള അതുപോലെയുള്ള സ്തോത്രങ്ങൾ ചൊല്ലുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ പ്രയാസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു സന്ധികൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഈ സന്ധി എന്ന് പറയുന്നത് എന്താണ്? സന്ധിക്കുക എന്ന് വെച്ചാൽ കൂടിച്ചേരുക. രണ്ട് വാക്കുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് വാക്കുകളിലെയും അക്ഷരങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നു കൂടിച്ചേരാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് എന്തായിരിക്കും? ആദ്യത്തെ വാക്കിന്റെ അവസാനത്തെ അക്ഷരങ്ങൾക്കും അതുപോലെ രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾക്കും ആയിരിക്കും മാറ്റം വരുന്നത്. അപ്പൊ സന്ധി പഠിച്ചു തുടങ്ങുന്നതിന്റെ മുന്നോടിയായിട്ട് നമുക്ക് അക്ഷരങ്ങളെ ഒന്ന് നന്നായിട്ട് പരിചയപ്പെടണം. അപ്പോൾ ഈ
ആദ്യം സ്വരാക്ഷരങ്ങള്, പിന്നെ വ്യഞ്ജനാക്ഷരങ്ങള് നമ്മൾ ആദ്യം 5 വർഗങ്ങളാക്കിയിട്ട് തിരിക്കും. അതെല്ലാവർക്കും അറിയാം. കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം. ഇങ്ങനെ ഈ തരത്തില് 5 വർഗങ്ങളാക്കിയിട്ട് ആദ്യം തിരിക്കും. ക, കഖ ഗഖ ങ, ചഛ ജഛ ഞ, ടഠ ഡഠ ണ, തഥ ദഥ ന, പഫ ബഫ മ. അപ്പൊ ഇങ്ങനെ ആ രീതിയില് നമ്മൾ വർഗാക്ഷരങ്ങളാക്കിയിട്ട് തിരിക്കും. ഇനി ഇതിന്റെയൊക്കെ സ്ഥാനം അനുസരിച്ചിട്ട് ഇതിന് ചില പേരുകള് കൊടുക്കുന്നുണ്ട്. ചിലപ്പോ മുമ്പൊക്കെ സ്കൂളിലെ ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല. ഇനി SLC ഒക്കെ കഴിഞ്ഞതിന് ശേഷം മലയാളം എടുത്ത് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. ചില അക്ഷരങ്ങള് നമ്മുടെ കണ്ഠത്തിൽ നിന്ന്, അതായത് തൊണ്ടയിൽ നിന്ന് തന്നെ പുറപ്പെടുന്നതാണ്. അതിനെ കണ്ഠ്യം എന്ന് പറയും. ആ പേര് പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും പഠിച്ചാൽ നല്ലതാണ്. ആ അക്ഷരങ്ങൾ ഇതൊക്കെയാണ്: ആ, അതുപോലെ ക, ഖ, ഗ, ഘ, ങ, അതായത് കവർഗം. പിന്നെ ഹ, അതുപോലെ നമ്മൾ വിസർഗമായിട്ട് ഹ എന്ന് പറയുമല്ലോ. ഇത്രയും അക്ഷരങ്ങളാണ് കണ്ഠത്തിൽ നിന്ന് പുറപ്പെടുന്നത്. അതായത് അത് ഉച്ചരിക്കാൻ കണ്ഠത്തിന്റെ സഹായം ആവശ്യമാണ്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കാൻ എല്ലാത്തിന്റെ സഹായം ആവശ്യമാണ്. അതിന്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ആ കണ്ഠമാണ്. അതുകൊണ്ട് അതിനെ കണ്ഠ്യം എന്ന് പറയും. അതായത് ആ എന്നുള്ള സ്വരാക്ഷരം, പിന്നെ കവർഗം, ഹ എന്നുള്ള അക്ഷരം, അതുപോലെ വിസർഗം. ഇതൊക്കെ കണ്ഠസ്ഥാനീയങ്ങളാണ്. അതുകൊണ്ട് കണ്ഠ്യം എന്ന് പറയും. പിന്നെ കണ്ഠം കഴിഞ്ഞിട്ടുള്ള താലു, നമ്മൾ അണ്ണാക്ക് എന്നൊക്കെ പറയുന്ന സ്ഥാനമാണ്. അതിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് ഈ, അതുപോലെ ചവർഗം, ച ഛ ജ ഛ ഞ, യാ ശ, യാ ശ. ഇത് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് ആ അക്ഷരങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതെങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിനൊക്കെ ഒരേ തരത്തിലുള്ള പ്രയത്നമാണ് വേണ്ടത്. ഇപ്പൊ ഈ എന്ന് പറയാനും ച ഛ ജ ഛ ഞ ഇതിനും, അതുപോലെ യാ ശ, ഒരേ തരത്തിലാണ് പ്രയത്നം വേണ്ടത്. അപ്പൊ ഇതിനെയൊക്കെ താലവ്യം എന്ന് പറയും. പിന്നെ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് നാവ് മടക്കിയിട്ട് നേരെ മുകളിലേക്ക് വെക്കുകയാണെങ്കിൽ അതിനെ ആ ഒരു സ്ഥാനത്തിന് മൂർധ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ ഋ, അതുപോലെ ട, ഠ, ഡ, ഠ, ണ, ര, ഷ. അപ്പൊ ഇത്രയും അക്ഷരങ്ങളെ മൂർധന്യം എന്ന് പറയും. പിന്നെ നമ്മുടെ നാവ് പല്ലില് വെച്ചിട്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് ദന്ത്യങ്ങള്. അത് ള് എന്നുള്ള അക്ഷരം, അതുപോലെ തവർഗം, ത, ഥ, ദ, ഥ, ന, ല, സ. നമ്മൾ ഉച്ചരിക്കുമ്പോൾ തന്നെ അത് ശ്രദ്ധിച്ചറിയാം. ഇതിനെ ദന്ത്യങ്ങൾ എന്ന് പറയും. പല്ലിന്റെ സഹായത്തോടു കൂടി ഉച്ചരിക്കാൻ കഴിയുന്നത്. പിന്നെ ചുണ്ടിന്റെ സഹായത്തോടു കൂടി, ചുണ്ടിനെ ഓഷ്ടം എന്നാണ് പറയാ, ചുണ്ടിന്റെ സഹായത്തോടു കൂടി ഉച്ചരിക്കുന്നതാണ് ഊ എന്നുള്ളത്. അപ്പൊ നമുക്കത് അങ്ങനെ ചുണ്ടിന്റെ സഹായം ഇല്ലാതെ ഉച്ചരിക്കാൻ പറ്റില്ല. ഊ, അതുപോലെ പവർഗം, പ, ഫ, ബ, ഫ, മ. പിന്നെ വാ എന്നുള്ള അക്ഷരം, വാ എന്നുള്ളതിന് 2 സ്ഥാനം ആവശ്യമുണ്ട്. ചുണ്ടും പല്ലും, ഇതിന്റെ രണ്ടും അതിന്റെ സ്ഥാനമാണ് വാ എന്നുള്ള അക്ഷരത്തിന്റെ. അപ്പൊ ഇങ്ങനെ അക്ഷരങ്ങളെ നമ്മള് പല ഗ്രൂപ്പുകളാക്കും. അത് ഈ സന്ധി പഠിക്കുന്നതിന്റെ മുന്നോടിയായിട്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ക, ഖ, ഗ, ഘ, ങ എന്ന് പറയുന്ന അതേ ഒരു പ്രയത്നം ആണ് നമ്മൾ ആ എന്ന് പറയുമ്പോൾ എടുക്കുന്നത്. അതുപോലെ ഹ, ഇങ്ങനെ. അതുപോലെ ഈയും പിന്നെ ചവർഗം, ഈ, ച ഛ ജ ഛ ഞ, യാ ശ. പിന്നെ ടവർഗത്തിന് ഉച്ചരിക്കുമ്പോ അതുപോലെ രാ ഷ, ഇതിനൊക്കെ നാവ് നമ്മുടെ ഒരേ സ്ഥലത്തേക്കാണ് പോകുന്നത്. പിന്നെ പല്ലിന്റെ സഹായത്തോടു കൂടി തവർഗവും ലായും സായും,
പിന്നെ ചുണ്ടിന്റെ സഹായത്തോടുകൂടി ഉ, പവർഗം, വ. ഇങ്ങനെയൊക്കെ തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മള് സന്ധിയൊക്കെ കൂടുതലായിട്ട് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു അക്ഷരം പോവുന്ന സമയത്ത് അതിന്റെ സ്ഥാനത്തേക്ക് അതേ ഗ്രൂപ്പിലുള്ളവരാണ് വരിക. അപ്പൊ അതില് ഒരക്ഷരം പോയാൽ അവിടേക്ക് ഏത് അക്ഷരം വരും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എന്ന് ഊഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആദ്യം പഠിക്കണം എന്ന് പറയുന്നത്. നമ്മൾ ഒരാള് പോയാൽ അയാൾക്ക് പകരം ഒരാളെ വെക്കുമ്പോൾ ഏകദേശം ഈ പോയ ആളോട് സാമ്യമുള്ള, അല്ലെങ്കിൽ പോയ ആളുടെ സ്ഥാനത്തിന് യോജിച്ച അങ്ങനെയുള്ള ഒരാളെയാണല്ലോ പകരം വെക്കുക. അപ്പൊ അതുപോലെ ഈ അക്ഷരങ്ങളും സന്ധി ചേരുന്ന സമയത്ത് ഒരക്ഷരം പോവുകയാണെങ്കിൽ, ഒരക്ഷരം ഇല്ലാതെയാവുകയാണെങ്കിൽ അതിന് പകരം അതുപോലെയുള്ള അതിനോട് സാമ്യമുള്ള, അല്ലെങ്കിൽ അതേ ഗ്രൂപ്പിൽ പെട്ട, അല്ലെങ്കിൽ അതേ സ്ഥാനമുള്ള അക്ഷരങ്ങളാണ് വരിക. അപ്പൊ നമ്മൾ സന്ധിയൊക്കെ പഠിക്കുമ്പം അത്രത്തോളം ആഴത്തില് പഠിക്കണമെന്നില്ല. എന്നാലും ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അക്ഷരങ്ങൾക്കും ഇങ്ങനെ ഒരു കുടുംബം അല്ലെങ്കിൽ ഗ്രൂപ്പുകള് അതൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ ഇതിനെ സ്പർശാക്ഷരങ്ങൾ എന്ന് പറയും. കാഖ ഗാഖ ങ, ആ 5 വർഗാക്ഷരങ്ങളെ മാവരെയുള്ളത്, പഫ ബഫ മാവരെയുള്ളതിനെ സ്പർശം എന്ന് പറയും. പിന്നെ യാ വാ രാ ല എന്നുള്ളതിനെ അന്തസ്ഥങ്ങൾ എന്ന് പറയും. ഷ ഷ സ ഹ അതിനെ ഊഷ്മാക്കൾ എന്ന് പറയും. പിന്നെ നമുക്ക് മാത്രം മലയാളികൾക്കുണ്ടല്ലോ, അത് സംസ്കൃതത്തിലില്ല, ള ഴ റ അതിനെ ദ്രാവിഡ മധ്യമങ്ങൾ എന്ന് പറയും. അതാണ് എൻ്റെ ഓർമ്മ. അപ്പൊ അതിന്റെ ഒരു സംസ്കൃതത്തിലില്ല. ഇത് പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇതില് സന്ധി പറയുമ്പോ തന്നെ നമ്മള് 3 തരത്തിലുള്ള സന്ധികളെ പറയും. സ്വരസന്ധി, അതുപോലെ വ്യഞ്ജനസന്ധി, വിസർഗസന്ധി. ഇനി ഇത് മാത്രമല്ല വേറെയും ഉണ്ട്. അപ്പൊ അങ്ങനെയല്ലല്ലോ 5 ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ 5 തരത്തിലും പറയാറുണ്ട്. പ്രകൃതി ഭാവസന്ധി എന്ന് പറഞ്ഞിട്ട് വേറൊന്ന് പറയും. അനുസ്വാര സന്ധി ഉണ്ട്. ഇത് നമ്മള് ഒരെളുപ്പത്തിന് പ്രധാനമായിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സ്വരസന്ധി, അതായത് സ്വരാക്ഷരങ്ങള് ആണ് മാറുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്വരാക്ഷരങ്ങളാണ് കൂടിച്ചേരുന്നതെങ്കിൽ അതിന് പകരം എന്ത് വരും എന്ന് പറയുന്ന അതാണ് സ്വരസന്ധി. വ്യഞ്ജനസന്ധി, വ്യഞ്ജനാക്ഷരങ്ങളാണ് മാറുന്നതെങ്കിൽ വ്യഞ്ജനസന്ധി. പിന്നെ വിസർഗസന്ധി, വിസർഗത്തിനാണ് മാറ്റം വരുന്നതെങ്കിൽ. അപ്പൊ നമുക്കിപ്പോ ഒരൊറ്റ കാര്യം മാത്രം പറയാം. നമ്മൾ സ്വരത്തിലാണ് തുടങ്ങുന്നത്, അങ്ങനെയല്ലേ? നമുക്ക് ആ ഒരു ക്രമം അങ്ങനെയാണല്ലോ. ആ ഈ എന്നുള്ള അക്ഷരങ്ങള് കൂടിച്ചേരുന്ന സമയത്ത് എ എന്നാണ് വരിക. ആ ഇ എ. ഈ സന്ധികളുടെ കാര്യം ചിലത് നമ്മളിങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും അതെങ്ങനെയാണ് വരിക എന്നുള്ളത്. ഒരു ഉദാഹരണം പറയാണ്. തത് ശ്രുത്വ, തച്ഛ്രുത്വ എന്ന് വരും. ഈ ഒരു വാക്ക് സാധാരണ പുരാണങ്ങളിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു വാക്കാണ്. അതായത് അത് കേട്ടിട്ട് എന്നാണ് അർത്ഥം. ഈ തത് ശ്രുത്വ എന്നുള്ളത് നമ്മളിങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞു നോക്കിയാല്, തത് ശ്രുത്വ, തത് ശ്രുത്വ, തത് ശ്രുത്വ, തത് ശ്രുത്വ ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ നമ്മൾ അറിയാണ്ട് ഈ തച്ഛ്രുത്വയിലെത്തും. അപ്പൊ അതുപോലെ ഈ ആ ഈ എന്നുള്ളത് ഒരുമിച്ച് പറഞ്ഞു നോക്കിയാൽ എ എന്നതിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പൊ അങ്ങനെ സന്ധി വരുന്നതിന്റെ ഒരു ഉദാഹരണമാണ് ദേവ പ്ലസ് ഇന്ദ്രഹ. അപ്പോ ദേവ എന്നതിലെ ആയും ഈ എന്നതിലെ ഈയും അത് രണ്ടും കൂടി ചേരുമ്പോ അതിന്റെ രണ്ടിന്റെയും കൂടി സ്ഥാനത്ത് എന്ത് വരുന്നു? എ വരുന്നു. ദേവേന്ദ്രഹ എന്ന് ആവുന്നു. അതായത് അത് എഴുതിയിട്ട് കാണിക്കുമ്പോ ഒന്നുകൂടി വ്യക്തമാവും. ദേവ എന്നതിലെ ആ, അതായത് ഈ വ എന്ന് പറയുമ്പോ അതിൽ അവസാനം എന്താ വരുന്നത്? ആയാണ് വരുന്നത്. വ എന്നുള്ള അക്ഷരം വ് പ്ലസ് ആയാണ്. അപ്പൊ വ് പ്ലസ് ആ, പിന്നെ ഇന്ദ്രഹ ഈ. അപ്പൊ ഈ വായിലെ
ആ ആയും ഈയും ചേർന്ന് അതിന്റെ രണ്ടിന്റെയും കൂടി സ്ഥാനത്ത് ഏ വരികയാണ്, ദേവേന്ദ്ര എന്ന് വരും. അതുപോലെ രാജേന്ദ്ര, അതൊക്കെ എങ്ങനെയാണ് വരുന്നത്? രാജ ഇന്ദ്രഹ. അപ്പോ ഇതുപോലെ ഉദാഹരണങ്ങൾ ധാരാളം നമുക്ക് ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കിട്ടും. ഇപ്പോ ദേവ ഇതി, ദേവേതി, അത് ദേവേതി എന്ന് വരില്ല, അപ്പൊ അവിടെ വേറൊരു നിയമം വരും. എന്തായാലും ഇത് നമുക്ക് നല്ല പരിചയമുള്ള വാക്കാണ്. ഇപ്പൊ ഗജ ഇന്ദ്രഹ, ഗജേന്ദ്രഹ. അപ്പോ കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് പുസ്തകത്തിൽ നോക്കിയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. ഇങ്ങനെ ആയും ഈയും വരുന്ന സമയത്താണ് എ വരുന്നത്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മളിങ്ങനെ നാരായണീയോ അല്ലെങ്കിൽ അതുപോലുള്ള സ്തോത്രങ്ങൾ, ഈ നാരായണീയത്തിന്റെ പേരൊക്കെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മളിൽ ഭൂരിഭാഗവും വായിക്കുന്ന പുസ്തകമാണ്, അതുകൊണ്ടാണ് ആ പേര് പറയുന്നത്. നമ്മുടെ സ്തോത്രങ്ങളായാലും ഇതൊക്കെ ഒന്ന് നമ്മൾ തന്നെ ഒന്ന് പദച്ഛേദം ചെയ്തിട്ട് എന്തായിരിക്കും വാക്ക് എന്ന് നോക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. അപ്പൊ ഇന്ന് ഒരു ശ്ലോകം ഏർപ്പെടുത്താൻ ഉദ്ദേശിച്ചത്, ഇന്ന് വനിതാ ദിനം ആണല്ലോ. അതുകൊണ്ട് തന്നെ വനിതകളെ പറ്റി അല്ലെങ്കിൽ സ്ത്രീകളെ പറ്റിയിട്ട് ഒരേ കൃതിയിലെ 2 ശ്ലോകങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. അപ്പൊ അതില് ഒന്നാണ് യത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ യത്രൈതാസ്തു ന പൂജ്യന്തേ സർവാസ്തത്രാഫലാക്രിയ. വേറൊരു ശ്ലോകം ഉണ്ട്, അത് പിന്നെ പറയാം. യത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ യത്രൈതാസ്തു ന പൂജ്യന്തേ സർവാസ്തത്രാഫലാക്രിയാഹ. ഇത് മനുസ്മൃതിയിലെ ഒരു ശ്ലോകാണ്. ഈ സ്മൃതി എന്ന് പറയുന്നത്, നമുക്ക് സമയം കുറവാണ് എന്നാലും ഒന്ന് ചെറുതായിട്ട് പറയാം. സ്മൃതി എന്ന് പറയുന്നത് ഓരോരോ കാലത്തെ അപ്പോഴത്തെ ആ സാമൂഹികാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് എഴുതപ്പെട്ട നിയമ കൃതികളാണ് എന്നൊക്കെ പറയാം. അതായത് ഓരോ കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ സാമൂഹികമായിട്ടും വ്യക്തിപരമായിട്ടൊക്കെ ആചരിക്കേണ്ട നിയമങ്ങളെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ് സ്മൃതികൾ. അപ്പൊ ഈ മനുസ്മൃതിയിലെ ഒരു ശ്ലോകാണ് യത്ര നാര്യസ്തു പൂജ്യന്തേ. നാര്യസ്തു എന്ന് വെച്ചാൽ നാര്യഹ തു എന്നാണ്. അവിടെ വിസർഗത്തിനാണ് മാറ്റം വരുന്നത്. നമ്മളിനി വിസർഗസന്ധി പറയാൻ പോകുന്നുണ്ട്. നാര്യഹ നാരികൾ അല്ലെങ്കിൽ സ്ത്രീകൾ. എവിടെയാണ് എത്ര എന്നുള്ളത് നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത്, രമന്തേ തത്ര ദേവതാഹ, തത്ര ദേവതാഹ രമന്തേ, അവിടെ എല്ലാ ദേവതകളും രമിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ ദേവതകളും അവിടെ ഉണ്ടാകുന്നു, എല്ലാവരും അവിടെ വിരാജിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. യത്ര ഏതാഹ തു ന പൂജ്യന്തേ, എവിടെയാണോ ഏതാഹ ഇവർ, ഇവർ എന്ന് വെച്ചാൽ മുമ്പ് സ്ത്രീകൾ എന്ന് മുമ്പ് പറഞ്ഞതുകൊണ്ട് സ്ത്രീകൾ, ന പൂജ്യന്തേ പൂജിക്കപ്പെടാത്തത്, സർവാഹ തത്ര അഫലാഹ ക്രിയാഹ അവിടെ ചെയ്യുന്ന എല്ലാ ക്രിയകളും, സർവാഹ ക്രിയാഹ എല്ലാ ക്രിയകളും, അഫലാഹ യാതൊരു ഫലമില്ലാത്തതാകുന്നു എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. ഇതിന്റെ 2 വരി വളരെ പ്രശസ്തമാണ്. മറ്റേ 2 വരി നമുക്ക് അത്ര പരിചയമില്ല, അതുകൊണ്ടാണ് അതിടക്ക് നോക്കേണ്ടി വരുന്നത്. ഇപ്പൊ ശ്ലോകം ഇതാണ്: യത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ. എവിടെയാണോ നാരികൾ, സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെ എല്ലാ ദേവതകളും വന്നിട്ട് വിലസിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ ദേവതകളും അവിടെ രമിക്കുന്നു, അവിടെ ഉണ്ടാകുന്നു എന്നുള്ള അർത്ഥമാണ്. യത്ര ഏതാസ്തു ന പൂജ്യന്തേ, എവിടെയാണോ ഇവർ പൂജിക്കപ്പെടാത്തത്, സർവാഹ തത്ര അഫലാഹ ക്രിയാഹ എല്ലാ ക്രിയകളും അവിടെ അഫലമായിട്ട്, ഫലമില്ലാത്തതായിട്ട് തീരുന്നു. അപ്പോൾ മനുസ്മൃതിയിൽ ഇതുപോലുള്ള ധാരാളം ശ്ലോകങ്ങൾ കാണാം. പ്രത്യേകിച്ച് ഈ ഗൃഹസ്ഥധർമ്മത്തെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ അവിടെയുള്ള സ്ത്രീകൾക്ക്, അതായത് ഓരോ ഗൃഹസ്ഥന്റെയും ഗൃഹത്തിലുള്ള സ്ത്രീകൾക്ക് ഒരു തരത്തിലും ദുഃഖം അനുഭവിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവരുത്.
ഇനി ഏതെങ്കിലും വീട്ടിൽ അങ്ങനെ ആ സ്ത്രീകളില് ഒക്കെ എന്തെങ്കിലും പ്രയാസമുണ്ട്, എന്തെങ്കിലും മാനസികമായിട്ട് വിഷമമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള അനുഭവം അതായത് ഒരു ശിക്ഷയായിട്ട് പിന്നീട് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്ന ധാരാളം ശ്ലോകങ്ങള് കാണാം. ഞാൻ ആ ഭാഗങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ആളാണ്, അതുകൊണ്ടാണ് ഉറപ്പായിട്ട് പറയുന്നത്. ധാരാളം ശ്ലോകങ്ങൾ മനുസ്മൃതിയിൽ ഇതേ ആശയം വരുന്നതുണ്ട്. അതൊരിക്കലും വീട്ടിലുള്ള സ്ത്രീകള് ദുഃഖിക്കാൻ പാടില്ല, അവർക്ക് യാതൊരു തരത്തിലുള്ള വേദനയും ഉണ്ടാവരുത് എന്നുള്ള രീതിയിലുള്ള ധാരാളം ശ്ലോകങ്ങൾ. പിന്നെ അതിലെ ഒരു ശ്ലോകത്തെ മാത്രം നമുക്ക് സമയമില്ല, അത് പറയുന്നില്ല. ഇനി എപ്പോഴെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത് അവസരം ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ ഒന്നുകൂടി സർവേഷാം കൃതേ വനിതാ ദിനസ്യ ആശംസാഹ. ഇദാനീം കക്ഷ്യാം സമാപയാമി. നമസ്കാരഃ. ഹരി ഓം. എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ. അതിപ്പോൾ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയി, ക്ഷമിക്കുക. സുരേഷ് ഏട്ടൻ. ടീച്ചർ പറഞ്ഞ ശ്ലോകം ഈ സ്ത്രീകളെ ബഹുമാനിക്കുന്ന അതിനെ കുറിച്ചൊരു പറഞ്ഞു, 4 വരിയില്ല 2 വരി. തീർച്ചയായിട്ടും അത് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രാധാന്യമുള്ളത് തന്നെയാണ്. അന്താരാഷ്ട്ര വനിതാ ദിനം കൂടിയാണ്. നമ്മുടെ ഈ ശ്രോതാക്കളിലും പഠിതാക്കളിലും കൂടുതലും വനിതകൾ തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയാതെ വയ്യല്ലോ. തീർച്ചയായിട്ടും എല്ലാ അംഗങ്ങൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാര്, സഹോദരിമാര് ആയിട്ടുള്ള എല്ലാവർക്കും ഇന്നത്തെ ഈ ദിനം വളരെ നല്ലൊരു ദിനമാവട്ടെ. ഇനിയുള്ള ദിനങ്ങളും ഐശ്വര്യപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. ജയശങ്കര. ജയശങ്കര. ജയശങ്കര, വളരെ സന്തോഷം. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിനു മുമ്പായി ഒരു ചെറിയ സൂചന ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയിലേക്കായി പറയുകയാണ്. അതായത് ആദിശങ്കര ജയന്തി ഈ വർഷം 2026 ഏപ്രിൽ 21 ആദിശങ്കര ജയന്തി വരുന്നത്. പക്ഷേ നമ്മൾ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ അത് ശ്രീശങ്കര സ്മൃതി എന്ന പേരിൽ ഏപ്രിൽ മാസം 19 പത്തനംതിട്ട ശ്രീ ശാന്താനന്ദ ഋഷിജ്ഞാന സാധനാലയത്തിൽ വെച്ച് നടത്തുകയാണ്. അപ്പോൾ ആ ഒരു ചടങ്ങിലേക്ക് എല്ലാ മഹത്തുക്കളെയും ക്ഷണിക്കുകയാണ്. അവിടേക്ക് തീർച്ചയായും എല്ലാവരും അവിടേക്ക് വന്നെത്തുക. നമ്മുടെ പരിപാടികൾ വളരെ ഗംഭീരമായി വിജയിപ്പിക്കാനുള്ള താഴ്മയായി അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, എല്ലാവർക്കും ജഗദീഷിന്റെ കാരുണ്യ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തേക്ക് വിടവാങ്ങാം. ലോക സമസ്ത സുഖനോ ഭവന്തു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജയശങ്കര. 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 ജയശങ്കര.